വാർത്തകളിലേക്ക് തിരിച്ചുവരാം. നഗരസഭാ കൗൺസിലിൽ ബിജെപിയുടെ പ്രതിഷേധം. ബഹളത്തെ തുടർന്ന് ചെയർപേഴ്സൺ കൗൺസിൽ യോഗം നിർത്തിവെച്ചു. നഗരസഭാ കൗൺസിൽ ഹാളിൽ കോൺഗ്രസ് കൗൺസിലർ കിടപ്പ് സമരം നടത്തി. നഗരസഭാ കൗൺസിലിൽ ബിജെപിയുടെ പ്രതിഷേധം. ബഹളത്തെ തുടർന്ന് ചെയർപേഴ്സൺ കൗൺസിൽ നിർത്തിവെച്ചു. നഗരസഭാ ഹാളിൽ കോൺഗ്രസ് കൗൺസിലർ കിടപ്പ് സമരം നടത്തി. നഗരസഭാ കൗൺസിൽ യോഗം നടത്താൻ കഴിയാതെയായുള്ള ബിജെപി LDF കൗൺസിലർമാരുടെ നിരന്തര ബഹളത്തിനെതിരെ കോൺഗ്രസ് കൗൺസിൽ അംഗം VM ജോണി കൗൺസിൽ ഹാളിൽ കിടന്ന് പ്രതിഷേധിച്ചു. ഈ 28 അജണ്ട അവരെ സംബന്ധിച്ച് രക്ഷപ്പെട്ടവര് LDFന്റെ ഭാഗത്ത് രക്ഷപ്പെട്ട്, കാരണം ഇവർ സമരം ചെയ്യുന്നു, അവർ എല്ലാം പാസ്സാക്കിയാണ് പോകുന്നു. ഇതേപോലെ തന്നെ ജനങ്ങളോടാണ് സമരം പറയുന്നത്. ശക്തമായ പ്രതിഷേധമുണ്ടത്. ഇത് ഒന്നില്ലെങ്കിൽ ഈ പ്രതിപക്ഷം ചെയർപേഴ്സൺ പറഞ്ഞതുപോലെ വഴങ്ങി കൊടുക്കുക, അല്ലെങ്കിൽ നിസ്സാര കാര്യങ്ങളോട് ചർച്ച ചെയ്യാനല്ല ചെയർപേഴ്സൺ പറയാം. എന്താ ആ വിഷയം ചർച്ച ചെയ്യാന്ന് പറയുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ചെയർപേഴ്സണ് സഭ നടത്തിക്കൊണ്ട് ഒരു ഉത്തരവാദിത്തം ചെയർപേഴ്സണില്ലേ, ഭരണകക്ഷിക്കില്ലേ, അവര് വഴങ്ങി കൊടുക്കണം. വഴങ്ങി കൊടുത്തിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറാവണം. ഇത് രണ്ടും ചെയ്യാൻ തയ്യാറാവാതെ ജനങ്ങളുടെ മുഖത്ത് നോക്കി കാർക്കിച്ച് തുപ്പുന്ന സമീപനമാണ് ഈ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ നടക്കുന്നത്. അത് ശക്തമായ പ്രതിഷേധമുണ്ട്. ഇത് ഞാൻ ഒറ്റയ്ക്കൊന്നും നോക്കണം, എനിക്ക് എല്ലാ പ്രസ്ഥാനമുണ്ട്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവും അടുത്ത ദിവസങ്ങളുണ്ടാവും. ഇന്ന് തന്നെ സമരത്തിന് തയ്യാറെടുക്കുകയാണ്. രാവിലെ ചേർന്ന കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിൽ യോഗത്തിനിടയിലാണ് VM ജോണി സീറ്റിനു മുന്നിലെ മേശയിൽ കിടന്ന് പ്രതിഷേധിച്ചത്. കൗൺസിൽ യോഗം ആരംഭിച്ചപ്പോൾ തന്നെ BJP കൗൺസിലർമാരുടെ ഡിവിഷനുകളിൽ റിവിഷൻ ഫണ്ട് നൽകുന്നതിൽ അപാകതയുണ്ടെന്നും LDF അംഗങ്ങളുടെ വാർഡുകളിലേക്ക് നൽകുന്ന ഫണ്ട് പോലെ തന്നെ BJP അംഗങ്ങൾക്ക് നൽകണമെന്നും ഇത് അജണ്ടയിൽ ഉൾപ്പെടുത്തി ആദ്യം തന്നെ ചർച്ച ചെയ്യണമെന്നുമാണ് BJP ആവശ്യപ്പെട്ടത്. 1,12,00,000 രൂപ 2025-26 വർഷത്തെ റിവിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആ ഫണ്ടുകൾ വെക്കാതെ അത് LDFന്റെ വാർഡുകളിലേക്ക് മാത്രം കോമൺ റോഡുകളായിട്ട് വെച്ച് 1 രൂപ പോലും ഭാരതീയ ജനതാ പാർട്ടി പ്രതിനിധാനം ചെയ്യുന്ന 21 വാർഡിലേക്കും ഒരു ഫണ്ട് പോലും വെക്കാതെയാണ് ആ കൗൺസിലിൽ അവർ ധിക്കാരപരമായി ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ അവസാനിപ്പിച്ചു പോയത്. അതുമാത്രമല്ല, മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഞങ്ങൾക്കെതിരെ വനിതകൾ അവരെ വനിതാ കൗൺസിലർമാർ ഉപയോഗിച്ചുകൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതൊന്നും ഞങ്ങൾ പേടിപ്പിക്കേണ്ട, പിപ്പിടി കാണിച്ച പേടിക്കുന്ന ആളുകളൊന്നുമല്ല. ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ ഓട് വിളിക്കാണ്ട് മതിൽ ചാടാണ്ട് കൃത്യമായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് ജയിച്ചു വന്നിട്ടുള്ള കൗൺസിലർമാരാണ് 21 കൗൺസിലർമാർ. അതൊക്കെ എങ്ങനെയാണ് നേരിടണമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങൾക്ക് ജനങ്ങളുടെ വിഷയത്തിൽ പ്രതികരിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ എല്ലാ വാർഡുകളിലും 21 വാർഡുകളിലും തകർന്നടിഞ്ഞ റോഡുകൾ, ജനങ്ങൾക്ക് ഒരു നടന്നു പോകാനോ ഒരു സൈക്കിൾ കൊണ്ടുപോകാനോ 2 വീലർ കൊണ്ടുപോകാനോ ഒരു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോലും നടന്നു പോകാൻ പറ്റാത്ത സാഹചര്യമാണ് നഗരസഭ BJP ഭരിക്കുന്ന അല്ലെങ്കിൽ BJP പ്രതിനിധാനം ചെയ്യുന്ന 21 വാർഡിൽ പ്രത്യേകിച്ചും. എല്ലാ വാർഡുകളിലും ഇവർ ഭരിക്കുന്ന 50 വർഷമായിട്ട് ഭരിച്ചിട്ടുള്ള വികസനത്തിന്റെ നേട്ടങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് BJP വാർഡുകളിലേക്ക് 10 പൈസ ഇവർ തരുന്നില്ല. അതുമാത്രമല്ല, പ്ലാൻ ഫണ്ടിൽ നിന്ന് കഴിഞ്ഞ 25-26 വാർഷിക പദ്ധതിയോട് ബന്ധപ്പെട്ടും 24-25 വാർഷിക പദ്ധതിയോട് ബന്ധപ്പെട്ടും മാറ്റിവെച്ച പദ്ധതി പ്ലാൻ ഫണ്ടിൽ എൻ്റെ വാർഡ് ഉൾപ്പെടെ ഈ 2025-26 വർഷത്തെ പദ്ധതി ആകെ തരുന്നത് 5 ലക്ഷം രൂപയാണ്. അവരുടെ വാർഡിലേക്ക് 10-7 ലക്ഷം രൂപ കൊടുക്കുന്നു. ഈ 5 ലക്ഷം രൂപ ഞാൻ എസ്റ്റിമേറ്റ് എടുക്കാൻ പോയ സമയത്താണ് അറിയുന്നത്. ആ 5 ലക്ഷം രൂപ വെട്ടി മുൻ ചെയർമാൻ ചൈത്രനും അതുപോലെ തന്നെ ദിനിലും അനിതാ ബാബു ഉൾപ്പെടെയുള്ള LDFന്റെ കൗൺസിലർമാരുടെ വാർഡിലേക്ക് മാത്രം ആ ഫണ്ട് വെച്ചു. അപ്പൊ എൻ്റെ 40-ാം വാർഡ് ഉൾപ്പെടെയുള്ള BJPയുടെ വാർഡിലേക്ക് ഫണ്ടുകൾ ഒന്നും തന്നെ ഇല്ല. ഈ ആവശ്യം നിരാകരിച്ചതോടെ LDFും BJP അംഗങ്ങളും തമ്മിൽ ബഹളമായി. ഡോക്ടർമാരെ നിയമിക്കാൻ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ കുടിവെള്ളത്തിനായി കുടിവെള്ളം കിട്ടാനായി ആണ് സമരം, ധർമ്മസമരം. ഇതിനിടയിൽ അജണ്ട പാസ്സായതായി പ്രഖ്യാപിച്ച് നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഡയസിൽ നിന്നും ഇറങ്ങിപ്പോയി. ഇന്ന് സജീവന്റെ വാർഡില് നഗരസഭയുടെ കീഴിലുള്ള പാലിയന്തുരത്ത് ആയുർവേദ ആശുപത്രിയിൽ നിന്ന് ക്യാമ്പ് നമ്മൾ സംഘടിപ്പിച്ചു. അതിൽ യാതൊരു തടസ്സവും ഉണ്ടായില്ലല്ലോ. നമുക്കൊരു വാർഡിലും ക്യാമ്പ് നടത്തുന്നത് കൊണ്ടോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടോ നമുക്ക് യാതൊരു തടസ്സവും ഇല്ല. ഇപ്പൊ പാർവതി ചേച്ചിയുടെ വാർഡില് BJP വാർഡല്ലേ, അവിടെ 38 ലക്ഷം
രൂപ 38 ലക്ഷം രൂപ MLA ഫണ്ടും നഗരസഭയുടെ ഫണ്ടും കൂടി 55 ലക്ഷം രൂപയുടെ നല്ല രീതിയിലുള്ള പണി കഴിപ്പിച്ച സബ് സെന്ററിന്റെ പണി കഴിപ്പിച്ചിരിക്കുന്ന ഉദ്ഘാടനത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ വല്ല തടസ്സം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒരു വികസനത്തിന്റെ കാര്യത്തിലും കൊടുങ്ങല്ലൂർ നഗരസഭ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും ഫണ്ട് നൽകാനും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ബാധ്യതപ്പെട്ടവരാണ്. ആർക്കും ഫണ്ട് കൊടുക്കുന്നതിൽ യാതൊരു തടസ്സവും ഇല്ല. ഇത് ഒരു ശരിയായ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്നതാണ്. ഇപ്പൊ നമ്മളുടെ MLA ഫണ്ട് ഉപയോഗിച്ച് നല്ല രീതിയിലുള്ള 12 കുടുംബങ്ങൾക്ക് താമസിക്കാനുള്ള ഫ്ലാറ്റ് നിർമ്മിച്ച് അത് MLA ഫണ്ട് കൊടുത്തത് BJP വാർഡിലല്ലേ. ഒരു പിന്നോട്ട് പോക്കും നമ്മൾ ഉണ്ടായിട്ടില്ലല്ലോ. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. വെറുതെ തെറ്റായ രീതിയിലുള്ള പ്രചരണം ജനങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് BJP ഇങ്ങനെയുള്ള സമരങ്ങൾ സംഘടിപ്പിക്കുന്നത്. ചെയർപേഴ്സൺ പറഞ്ഞതുപോലെ അജണ്ടകൾ കഴിഞ്ഞ് വിഷയം ചർച്ച ചെയ്യാൻ BJP തയ്യാറാകണം. അല്ലെങ്കിൽ പ്രതിപക്ഷം പറഞ്ഞതുപോലെ ആദ്യം ചെയർപേഴ്സൺ ചർച്ചയ്ക്ക് തയ്യാറാകണം എന്ന ആവശ്യം VM ജോണി ഉന്നയിച്ചു. ഇതിനും ആരും തയ്യാറായില്ല. ബഹളം മൂത്തതോടെ കൗൺസിൽ യോഗം മുന്നോട്ടു പോകാനാകാതെ സഭ സ്തംഭിച്ചു. ഏതാനും മാസങ്ങളായി വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി LDF BJP കൗൺസിലർമാർ യോഗം ആരംഭിക്കുമ്പോൾ തന്നെ ബഹളമുണ്ടാക്കും. ഇതോടെ കൊടുങ്ങല്ലൂർ നഗരസഭയുടെ വികസന കാര്യങ്ങളോ ഭരണകാര്യങ്ങളോ ചർച്ച ചെയ്യാൻ പറ്റാതെ കൗൺസിൽ യോഗം അവസാനിക്കുകയാണ്. മാസങ്ങളായി തുടരുന്ന ഈ പ്രഹസന കൗൺസിൽ യോഗങ്ങൾക്കെതിരെയാണ് VM ജോണി കൗൺസിൽ ഹാളിൽ കിടന്ന് പ്രതിഷേധിച്ചത്. ഇത് നിങ്ങൾക്ക് തമാശ കളിക്കാനുള്ള സ്ഥലമല്ല. ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും തമാശ കളിക്കാനുള്ള ഈ 44 വാർഡിൽ ജനങ്ങളോട് തിരഞ്ഞെടുത്ത് വിട്ടേക്കുന്നത്. ഇതെന്ത് കളിയാണ് കളിക്കുന്നത്? 14 ദിവസമായില്ലേ പ്രശ്നം നടന്നിട്ട്? നിങ്ങൾ തെരുവിൽ സമരം ചെയ്യാമായിരുന്നില്ലേ? നിങ്ങൾ ചെയർപേഴ്സന് മുമ്പിൽ 14 ദിവസവും നിരന്തരം സമരം ചെയ്യാമായിരുന്നില്ലേ? 28 അജണ്ടകളിൽ നിന്ന് 7 അജണ്ടകൾ സപ്ലിമെന്ററി അജണ്ടകൾ ഇതൊന്നും പാസ്സാക്കാതെ എല്ലാം പാസ്സാക്കിയവർ ഇറങ്ങിപ്പോയി. ആർക്കാണ് നഷ്ടം? ചെയർപേഴ്സൺ ഈ ഒന്ന് ചർച്ച ചെയ്താൽ 5 മിനിറ്റ് ചർച്ച 5-10 മിനിറ്റ് ചർച്ച ചെയ്യുന്നെങ്കിൽ എന്താ മാനൊടിഞ്ഞു വീഴൂ? ഇത് ജനങ്ങളെ കബളിപ്പിക്കണം. ഇവർക്ക് ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കി ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്തോടൊക്കെ ഉണ്ടാക്കാനുള്ള അറിവ് എല്ലാവർക്കും ഉണ്ടാവുന്നത്. ഞങ്ങൾക്ക് ജയിക്കാൻ വേണ്ട ഒന്നും വേണ്ട, ശക്തമായ പ്രതിഷേധം ഞങ്ങൾ അറിയിച്ചിരിക്കും.